പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. 1 കൊരിന്ത്യസ് 14 അധ്യായത്തിൻ്റെ 33 തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ സമാധാനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വചനം ഇപ്രകാരമാണ് പറയുന്നത്: എന്തെന്നാൽ ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവമാണ്. ഇന്ന് പലതരത്തിലുള്ള കോലാഹലങ്ങൾ നമുക്ക് പല മേഖലകളിലും കാണുവാൻ സാധിക്കും. വൈകാരികമായ വികാരത്തിലൂടെ വലിയ വലിയ ചാട്ടവും മറിച്ചിലും ഉരുളലും കയ്യടിയും അതിഭയങ്കരമായ ഒച്ചയും ബഹളവും, അതനുസരിച്ച് ഓർഗൻ്റെ റിതമൊക്കെ ഇട്ട് ചിലരൊക്കെ പലതരത്തിലുള്ള ഭാഷാപരത്തിലൂടെ ബഹളം വയ്ക്കുന്നു. വേറെ ചിലരൊക്കെ മറ്റ് തല മേഖലകളിൽ പലതരത്തിലുള്ള അഭ്യാസമുറകൾ കാണിച്ചുകൊണ്ട് ബഹളം വയ്ക്കുന്നു. വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നത് പലപ്പോഴും പല പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും ശുശ്രൂഷാ മേഖലകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ദൈവം നമുക്ക് നൽകുന്ന വരങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് കോലാഹലം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലേക്ക് സമാധാനം ഒഴുകിയെത്തുവാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് ഈ കോരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അടിമപ്പെട്ട് കിടന്ന കോരിന്തിലെ സഭാവിഭാഗം അവർ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തുടങ്ങിയപ്പോൾ പലരുടെയും ജീവിതത്തിൽ ചില വൈകാരികമായിട്ടുള്ള അസ്വസ്ഥതകളും പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹായിലൂടെ പറയുകയാണ്: പൊന്നുമക്കളെ, പരിശുദ്ധാത്മാവ് നമുക്ക് വരങ്ങൾ നൽകുന്നത് അതിഭയങ്കരമായ ഒച്ചപ്പാടും ബഹളത്തിന് വേണ്ടിയിട്ടല്ല, അല്ലെ കോലാഹലം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല. പിന്നെയോ, ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകുന്നത് സമാധാനം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: സമാധാനത്തിൻ്റെ ദൈവമാണ്. എന്തെന്നാൽ ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല. കോലാഹലം, കലഹം, ബഹളം ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദൈവമല്ല. പിന്നെയോ സമാധാനത്തിൻ്റെ ദൈവമാണ്. ഇന്ന് പല മേഖലകളിലേക്കും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും, സമാധാനം നഷ്ടപ്പെട്ട് കഴിയുന്ന മക്കളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് കുടുംബങ്ങളിലും സമൂഹത്തിലും മനുഷ്യരിലുമെല്ലാം സമാധാനം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ജീവിക്കുന്നവരായി മാറി എന്നത് നമ്മുടെ സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്കത് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സമാധാനം കടന്നു വരികയാണ്. ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ 2 അധ്യായത്തിൻ്റെ 29 തിരുവചനം: കർത്താവെ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. ശിമയോൻ യേശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. യേശുവിനെ കരങ്ങളിലെടുത്തുകൊണ്ട് ശിമയോൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു രംഗമാണ്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിപ്പെടുത്തലും കൂടി പിന്നീട് ഈ ശിമയോനിലൂടെ ദൈവം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ദേവാലയത്തിൽ കൊണ്ടുവന്ന് യേശുവിനെ കാഴ്ചവെച്ച നിമിഷമായിരിക്കാം. അവിടെ ശിശുവിനെ മാതാപിതാക്കൾ ദേവാലയത്തിൽ കൊണ്ടുചെല്ലുന്നുണ്ട്. ആ കൊണ്ടുചെല്ലുന്ന സമയത്താണ്
ശിമയോൻ യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ കയ്യിലിരിക്കുന്ന കുഞ്ഞും ദൈവം തന്നെയാണ്. മനുഷ്യൻ്റെ രൂപം ധരിച്ച് ഈ ഭൂമിയിലേക്ക് ജനിച്ച യേശുവിനെ കരങ്ങളിലെടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. സമാധാനത്തിൽ വിട്ടയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശിമയോനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയാൽ സമാധാനം ലഭിക്കുവാൻ വേണ്ടി, ഒരു ആനന്ദം ലഭിക്കുവാൻ വേണ്ടി ഇന്ന് മനുഷ്യൻ ദൈവത്തിന് മുമ്പിൽ കരം നീട്ടുന്നില്ല. ഇന്ന് പലപ്പോഴും ജനങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ പലതുമാണ് സ്വന്തമാക്കുവാൻ വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ, ഈ ലോകത്തിൻ്റെ പലതും വലിച്ചു വാരിക്കൂട്ടി വയ്ക്കുമ്പോൾ പല മേഖലകളിലും സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ശിമയോൻ തുടർന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രക്ഷ അനുഭവിക്കുമ്പോൾ, ആ രക്ഷകനായ കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു കഴിയുമ്പോൾ, ആ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് സമാധാനം ഒഴുകിയെത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നവരായി നമുക്ക് മാറ്റപ്പെടാം. അതോടൊപ്പം തന്നെ സമാധാനത്തിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ശിമയോൻ അങ്ങയെ കരങ്ങളിലെടുത്തുകൊണ്ട് അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തിയതിന് ശേഷം അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, കർത്താവെ, അങ്ങയുടെ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമെന്ന്. കർത്താവെ, സമാധാനമില്ലാതെ ജീവിക്കുന്ന ഓരോ മക്കളിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനം ചൊരിഞ്ഞുകൊണ്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.